അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ സന്തോഷം, ഞാൻ ഉദ്ദേശിച്ചത് ആൾക്കാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അത് ആസ് എ ഫിലിം മേക്കർ എൻ്റെ ഫെയിലിയറാണ്. ഏറ്റവും കൂടുതൽ വിവാദം, വിമർശനം, സെൻസറിങ്, അങ്ങനെ വലിയ രീതിയിലുള്ളൊരു കോലാഹലം ദേശീയ തലത്തിലുണ്ടായിരുന്ന സിനിമയാണ്. വ്യക്തിപരമായിട്ട് അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതിന് പകരം അതിൻ്റെ ഒരു സമ്മർദ്ദങ്ങളിലേക്കും പ്രതിഷേധങ്ങളിലേക്കും പെട്ടുപോയ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്താണ് പേഴ്സണലി എമ്പുരാൻ? ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ ആ സിനിമ ചെയ്തത് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ആ സിനിമയിൽ നിന്നും ഞാൻ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുകയും ഉദ്ദേശിച്ചിട്ടുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുകയും അതിന് ഞാൻ കണ്ടിട്ടില്ലാത്ത അർത്ഥങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ദാറ്റ്സ് ഓൾ റൈറ്റ്. കാരണം നമ്മളൊരു സിനിമ ചെയ്ത് കഴിഞ്ഞ് ആ സിനിമ തിയേറ്ററിൽ റിലീസായി കഴിഞ്ഞാൽ പ്രേക്ഷകൻ ആ സിനിമ കണ്ടിട്ട് എന്ത് തോന്നുന്നോ അതാണ് ആ സിനിമ. അതിനുശേഷം ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് ഞാൻ സത്യത്തിൽ ആ സിനിമയിൽ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. വൺസ് യു മേക്ക് എ ഫിലിം ആൻഡ് യു റിലീസ് ഇറ്റ്, അത് പ്രേക്ഷകൻ എന്ത് തോന്നുന്നോ അതാണ് ആ സിനിമ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ സന്തോഷം, ഞാൻ ഉദ്ദേശിച്ചത് ആൾക്കാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അത് ആസ് എ ഫിലിം മേക്കർ എൻ്റെ ഫെയിലിയറാണ്, എൻ്റെ തോൽവിയാണ്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യണം. ആൻഡ് ഐ ഷുഡ് ട്രൈ ബെറ്റർ ഫോർ മൈ നെക്സ്റ്റ് ഫിലിം.